ഷിരൂരിൽ അർജുന് വേണ്ടി തിരച്ചിൽ നടത്തിയത് പ്രശസ്തിക്കും പണത്തിനും വേണ്ടിയൊന്നും അല്ലായിരുന്നു. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം താൻ നടത്തുന്ന ആംബുലൻസ് സർവീസിനാണ് കൊടുക്കുന്നത്. പണത്തിനു വേണ്ടിയല്ല താൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതെന്ന് വ്യക്തമാക്കുകയാണ് കർണാടകയിലെ പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപേ. അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ വഴിതിരിച്ചുവിടാൻ മനാഫും ഈശ്വർ മാൽപേയും ശ്രമിച്ചുവെന്നും ഇരുവരുടെയും പേരിൽ വ്യാജ പ്രചരണം നടത്തിയതിന് കേസെടുത്തു എന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ തനിക്കെതിരെ അങ്ങനെയൊരു കേസ് ഇല്ല എന്ന് തന്നെയാണ് ഈശ്വർ മാൽപേ പറയുന്നത്. ഇതൊക്കെ വ്യാജ പ്രചരണങ്ങളാണെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു വെക്കുകയാണ്. തനിക്കെതിരെ കേസുണ്ട് എന്നത് ചില മാധ്യമങ്ങളുടെ വ്യാജ പ്രചരണമാണ്. ഷിരൂരിലെ തിരച്ചിൽ വിഷയത്തിൽ ഇനി ഒരു തരത്തിലും വിവാദത്തിനില്ല. താൻ ചെയ്തത് എന്തെന്നത് ദൈവത്തിനറിയാം, കണ്ടു നിന്നവർക്കറിയാം. താനത് ഒരു തരത്തിലും പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതല്ല എന്നാണ് മാൽപേ പറയുന്നത്. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം താൻ നടത്തുന്ന ആംബുലൻസിനാണ് കൊടുക്കുന്നത്. പണത്തിനു വേണ്ടിയല്ല സേവനം നടത്തുന്നത്. ഷിരൂരിൽ തിരച്ചിലുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിന് താൻ ഇല്ല എന്നും ഈശ്വർ മാൽപേ പറഞ്ഞു വെക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സേവനം മാത്രമേ ഞാൻ ഇതുവരെ നടത്തിയിട്ടുള്ളൂ. കേസ് കൊടുക്കുമെന്ന് പറയുന്നതിൽ എന്താണ് കാര്യമുള്ളത്? ഞാൻ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ല. എനിക്കെതിരെ കേസുള്ളതായി അറിവില്ല. പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് 2 ആംബുലൻസ് ഉണ്ട്. അതിന്റെ നടത്തിപ്പ് ചെലവിനായാണ് യൂട്യൂബ് വരുമാനം ഉപയോഗിക്കുന്നത് എന്നാണ് മാൽപേ പറയുന്നത്. അതേസമയം മനാഫിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് അർജുന്റെ കുടുംബം ഉന്നയിക്കുന്നത്. അതായത് കുടുംബത്തിന്റെ വൈകാരികത ചൂഷണം ചെയ്യുന്നത് നിർത്തണമെന്ന് കാല് പിടിച്ച് പറഞ്ഞിരുന്നതായും ഇനിയും നിർത്തിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ അർജുന്റെ കുടുംബം വ്യക്തമാക്കുന്നത്. അതായത് ഇമോഷനെ വിറ്റ് എല്ലാം ഒരാളാണ് നടത്തിയതെന്ന് സ്ഥാപിക്കുകയാണ്. ഇത് നിർത്തിയില്ലെങ്കിൽ മനാഫിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. പല ഫണ്ടുകളും അയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പൈസ വേണ്ട, ഞങ്ങൾ ആരോടും പണം ആവശ്യപ്പെട്ടിട്ടില്ല, ആരും പണം കൊടുക്കരുത്. മനാഫ് ഫണ്ട് പിരിവ് നടത്തിയെന്നല്ല പറയുന്നത്. പലരും അദ്ദേഹത്തിന്റെ കയ്യിൽ പണം നൽകുന്നതായി അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരും പണം കൊടുക്കരുത് എന്നാണ് പറയുന്നത്. പല കാര്യങ്ങൾ പറഞ്ഞ് കുടുംബത്തെ വ്യക്തിഹത്യ ചെയ്യുകയാണ്. മുബീൻ ആത്മാർത്ഥമായ സ്നേഹത്തോടെ കൂടെ നിന്നു. അദ്ദേഹത്തോട് മാനസികമായി അടുപ്പമുള്ളത് കൊണ്ടാണ് ഇതുവരെ മനാഫിനെ തള്ളിപ്പറയാതിരുന്നത്. തിരച്ചിൽ ഫലം കണ്ട വിവരം ഔദ്യോഗികമായി ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. വൈകാരികമായ അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. ഈ സമയത്താണ് ഗംഗാവലി പുഴയിൽ അർജുനെ ഇട്ടുപോകാൻ പറ്റില്ല എന്ന ഡയലോഗ് മനാഫ് നടത്തുന്നത്. പല ഘട്ടത്തിലായി പലരും കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്തുവെന്നും അർജുനെ കണ്ടതിനു ശേഷം അഞ്ജു നടത്തിയ പ്രതികരണത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നുവെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറയുകയാണ്. ഇത്തരത്തിൽ വൈകാരികമായ മാർക്കറ്റിംഗ് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല. കുടുംബം നടത്തിയ ശ്രമങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ജിതിൻ ഇത് വ്യക്തമാക്കിയത്. 2 സർക്കാരിന്റെയും ശ്രമത്തിന്റെയും ഫലമാണ് അർജുനെ കിട്ടിയത്. അർജുന് 75,000 രൂപ സാലറി ഉണ്ട് എന്നത് വ്യക്തി തെറ്റായി പറഞ്ഞു വരുത്തി. ഇതിന്റെ പേരിൽ രൂക്ഷമായ ആക്രമണം ഉണ്ടായി. അർജുന്റെ കുട്ടിയെ വളർത്തുമെന്ന് എന്തടിസ്ഥാനത്തിലാണ് മനാഫ് പറയുന്നത്? അദ്ദേഹത്തോട് ആരെങ്കിലും അത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങൾ അതെല്ലാം ചെയ്യാൻ പ്രാപ്തരാണ്. അർജുൻ നഷ്ടപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. അതിന്റെ പേരിൽ പിച്ച തെണ്ടേണ്ട അവസ്ഥയില്ല. അത് ആ വ്യക്തി മനസ്സിലാക്കണം. സഹായിച്ചില്ലെങ്കിലും കുത്തി നോവിക്കരുത്. ഞങ്ങളുടെ ദാരിദ്ര്യം ചൂണ്ടിക്കാട്ടി ചൂഷണം ചെയ്യുന്നു. അർഹതപ്പെട്ട ആളുകൾക്ക് പണം കിട്ടട്ടെ എന്നാണ് ജിതിൻ പറയുന്നത്. ചില ആളുകൾ മീഡിയ പബ്ലിസിറ്റിക്ക് പണം കൊണ്ട് വരികയാണ് എന്നും അർജുന്റെ ഭാര്യ വ്യക്തമാക്കുകയാണ്. മനാഫിന്റെ കൂടെ വന്ന സംഘം 2,000 രൂപ തന്നു. അത് വീഡിയോ ആയി പ്രചരിപ്പിക്കുകയാണ്. അർജുന്റെ ബൈക്ക് നേരത്തെ നന്നാക്കാൻ കൊടുത്തിരുന്നു. അത് നന്നാക്കിയത് മനാഫാണെന്ന് പ്രചരിപ്പിക്കുകയാണ്. അത് യൂട്യൂബിലൂടെ പ്രചരിക്കുകയാണ്. ഞങ്ങളുടെ വൈകാരികത ചൂഷണം ചെയ്യരുത്. ഇനിയും ഇത് തുടർന്നാൽ പ്രതികരിക്കുമെന്ന് തന്നെയാണ് അർജുന്റെ കുടുംബം പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.